ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി എടുത്ത് അതിലോട്ടേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചിക്കനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ തൈരും മുളകും പൊടിയും കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി ടൈപ്പ് ആണ്. ഒരു ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാവുന്ന ആ ഒരു രൂപമാണെങ്കിൽ നനവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്ത് കൊടുക്കുക, ചിക്കന് നന്നായി ഒന്ന് അതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് പൗഡറൊക്കെ ഇട്ട് ചിക്കനും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ മറ്റു രീതിയിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു എമർജൻസിക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് ബാക്കി പണി എടുക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റെങ്കിലും ജസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സറിൽ ഇടുന്നതാണെങ്കിൽ ഇത് 3 അതിലോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ലാസ്റ്റ് ഇതെല്ലാം വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലോട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമ്മൾ 2 സവാളയും 2 തക്കാളിയാണ് എടുത്തെടുക്കുന്നുള്ളത്. പിന്നെ കുറേ സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്, പെർഫെക്റ്റ് ടേസ്റ്റാണ്. അതായത് പെർഫെക്റ്റ് ബട്ടർ ചിക്കൻ എന്ന് വേണം തന്നെ പറയാൻ. നമ്മൾ കഴിച്ചുകൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോൾ സവാള ചെറുതായിട്ട് കുനുകുന അരിയണമെന്ന് പറഞ്ഞിട്ടില്ല, വലുതാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഓയിലല്ല നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളത്, ബട്ടറാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് ഒരു 4 പീസ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സവാളയും കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കാഷ്യൂം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം കുത്തിയിട്ടിട്ടാണ് എടുക്കുന്നുള്ളത്. അതും കൂടി ഒന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ലോണം വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർത്തെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം മൂടി വെച്ച് വിസിലടിക്കാൻ. പിന്നെ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, പച്ചമുളകല്ല വറ്റൽമുളക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഞാൻ ഒരു 6-7 എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാശ്മീരി വറ്റൽമുളകാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 4-5 ചേർത്തെടുത്ത്, എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുത്താൽ മതി. ഞാനിപ്പോൾ 2 മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരു പേസ്റ്റ് പോലെ ആയിരിക്കുമല്ലോ, കറി ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം വാട്ടർ ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കേണ്ടേ ആവശ്യമില്ല, കാരണം തക്കാളീൻ്റെ വെള്ളം വരുന്നതായിരിക്കും. പക്ഷേ ഒരു ധൈര്യത്തിന് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് 4 വിസിലടിച്ചെടുക്കുക. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിസിലടിച്ച് നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നല്ല കളറൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ഇതുപോലത്തെ ഒരു കളറിലായിരിക്കും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ബട്ടർ ചിക്കൻ ഉണ്ടാവൽ. കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് സ്മെൽ എല്ലാം പെർഫെക്റ്റാണ്. ഇത് നന്നായിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ബട്ടറും ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്ത് തളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കന്. അപ്പോൾ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് കസൂരി മെത്തി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കസൂരി മെത്തി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലോട്ടേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ. ഇതും കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളക്കുന്ന ഗ്യാപ്പിൽ വേണം ലാസ്റ്റാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് എടുക്കൽ. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഫ്രഷ് ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ കറിക്കുള്ള എഫേർട്ട് എന്ന് പറയുന്നത്. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മെയിൻലി നിങ്ങളുടെ കമൻസ് അറിയുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.